എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഓക്കെ, മുന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ രേണു സുതി അല്ല വെക്കണമെങ്കിൽ രേണു സുതി സുതിയെ പോലെ മണ്ണിനടിയിലാവും. മണ്ണിനടിയിലാവണം എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന താത്ത പറയാ ആവട്ടേത് കഷ്ടം. അതുപോലെ തിരിച്ചറിയാൻ രേണുസുതിക്ക് പറ്റിയിട്ടില്ല. അവർ എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ആവട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. ഇവർക്ക് ബോധമില്ല എന്ന് പറയുന്നത് വെറുതെ ഒന്നുമില്ലേ. കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അമ്മച്ചീനെ ഇപ്പം പിടിക്കുന്നില്ല. കാരണം അമ്മച്ചിയുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. സുതി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഓക്കെ, ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നത് തുറന്നെടുത്ത് സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സായി കൃഷ്ണ അതല്ലേ? അത് സാരില്ല, അല്ലേ? സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ്. ആഹാ, സുതി എന്ന് പോയോ? ആരാ പറഞ്ഞ പോയെന്ന്? സായി കൃഷ്ണ, സുതി പോകുന്നില്ല. കൊല്ലസുതിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പം സുതി എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, രേണു സുതി. വേറെ കല്യാണം കഴിച്ചാലും ശരി ഞാൻ സുതിയെ വിട്ട് ജീവിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജനശ്രുതി രേണുസുതി അല്ല, രേഷ്മ പി തങ്കച്ചൻ. ആ പേര് വല്ല ഓർമ്മയുണ്ടോ അമ്മച്ചി നിങ്ങൾക്ക്? രേണുസുതി വന്നേക്കുന്നു ഒറിജിനൽ പേര്, അതായത് ആധാർ കാർഡിലെ മറ്റുള്ള പേര് രേഷ്മ പി തങ്കച്ചൻ. കല്യാണം കഴിഞ്ഞിട്ടും സുധീനെ വിറ്റ് ജീവിക്കാനുള്ള പരിപാടിയാണോ അമ്മച്ചി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂളപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ല അന്ന് പറയാനേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിലും ഇല്ല. പിന്നെ കുറച്ചെങ്കിലും ലേശം എവിടെയെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ ഇല്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കഷ്ടം. കല്യാണം കഴിഞ്ഞെങ്കിലും അങ്ങേരെ വിറ്റ് ജീവിക്കാതെ അങ്ങേരെ വെറുതെ വിട്. പോയില്ലേ അങ്ങ് മുകളിലോട്ട്? അങ്ങനെ കുറച്ച് സ്വസ്ഥതയോടെ അവിടെ ഇരുന്നോട്ടെ. ഇത് അതിനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് കെട്ടിയൊരുങ്ങി ഇറങ്ങിയേക്കുക. നിങ്ങൾ ഒരുത്തി കാരണം കേൾക്കാതെ ചീത്തപ്പേരൊന്നും ഇല്ല അങ്ങേര്. അതല്ലത് അറിയുന്നുണ്ടോ? അതെങ്ങനെ അങ്ങേര് ചീത്തപ്പേര് കേട്ടാലും എന്ത് കേട്ടാലും എനിക്കൊരു കോപ്പുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ആൾക്കാരുടെ ഇടയിൽ അങ്ങ് വരകി അങ്ങ് ജീവിക്കണം. മറ്റേ വീടിൻ്റെ വാടക ചോദിച്ച് വന്ന ഉടമസ്ഥനോട് എങ്ങാണ്ട് പറഞ്ഞായിരുന്നല്ലോ, വീടിൻ്റെ വാടക വേണമെങ്കിൽ ആ കുഴിയിൽ പോയിട്ട് അങ്ങേരോട് ചോദിക്കുന്നുള്ളത്. ആ മുതലല്ലേ നിങ്ങൾ? അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കണം. ഓക്കെ, ആറാട്ടെണ്ണം മറ്റേ ആ നടീനെ വിട്ട് ഇപ്പോൾ രേണുസുതിയുടെ പറയുകയോ? എടാ താൻ ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്കണോ? ഇത് നിത്യാമേനോൻ്റെ പറയുകയായിരുന്നു, ഇപ്പോൾ രേണുസുതിയുടെ പറയുകയായി. കിട്ടിയല്ലോ, തൃപ്തിയായല്ലോ, നാറിയല്ലോ. നിങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ഇല്ലേ? ആ വിദ്യാഭ്യാസത്തിൻ്റെ പക്വതെങ്കിലും കാണിച്ചൂടെ? ഇതൊരുമാതിരി കോമാളിത്തരം കാണിച്ച് തേരാപ്പാല നടക്കോ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ. നെഗറ്റീവ് ആണെന്ന് ആരും പറയുന്നില്ല, പക്ഷെ ഇത് നീ ഇട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. മനസ്സിലായ? ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരമ്മച്ചി സജിന ബ്ലോഗ്സ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഇട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞു എല്ലാവരും നെഗറ്റീവ് പറയുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞു ആരും നെഗറ്റീവ് പറയുന്നില്ല. നിങ്ങൾക്ക് ബോധമുണ്ടോ നിങ്ങൾ എന്താ പറയുന്നതെന്നുള്ളത്? ഈ ആൽബം ചെയ്തത് അപ്പൊ അവനെ കണ്ടന്റ് ആയ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ ബ്ലോഗർമാര് പറയുന്നത് ഇത് തന്നെയാണ്, രേണു ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇപ്പൊ ആദ്യം പറഞ്ഞ് ഒരു മുസ്ലിമിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, കല്യാണം കഴിക്കുന്നു. അത് ചുമ്മാതാണ്, ചുമ്മാതാണെന്ന് പറയുന്നത്. ചുമ്മാ അല്ലെന്ന് നമുക്കറിയാലോ. വീണ്ടും ഇട്ട് വരുന്നുണ്ടോ? എനിക്കറിയാം ചുമ്മാ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത് പറയുന്നത്. അപ്പൊ എനിക്ക് മുസ്ലിമിനെ മാത്രമാക്കണ്ട, നിങ്ങളൊരു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും മൂന്നിനെയും കൂടെ ഒരുമിച്ച് അങ്ങ് കെട്ട് പണ്ടാരടങ്ങ് തള്ളി പോയിട്ട്. ഞാൻ എനിക്ക് ഒറ്റ കാര്യം കൂടെ പറയാൻ വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് നെഗറ്റീവ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇതിനെക്കാട്ടി കൂടുതൽ വൈബാണ്. നല്ല കാര്യമല്ലേ, എല്ലാവരും പോസിറ്റീവ് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അവർക്ക് കുറച്ച് ആ അമ്മച്ചിക്ക് എന്തേലൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ മര്യാദക്ക് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് വളച്ച് തിരിച്ച് ചെരിഞ്ഞ് കമിഞ്ഞ് വീണിട്ടൊന്നും പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുത്താലൊന്നും ആ ഇരിക്കുന്ന സാധനത്തിൻ്റെ തലയിലോട്ടൊന്നും കയറത്തില്ല സജിനെ. അത് തലയിൽ കയറുവാൻ ആയിരുന്നെങ്കിൽ ഇത്രയും നാളുണ്ടായിരുന്നല്ലോ, എന്നിട്ട് കയറിയോ? കയറിയിട്ടില്ല. അതുകൊണ്ട് ഇനിയും കയറാൻ പോകുന്നില്ല. മറ്റേ ഈ പട്ടിയുടെ പാല് 12 കാലം കുഴലിട്ടാലും അത് വളഞ്ഞിരിക്കും എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെയാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി. അതിൻ്റെ തലയിൽ ഒരു 10 കൊല്ലം നെല്ലിക്കാത്തളം വെച്ചാലും അതിൻ്റെ തലയ്ക്ക് വന്നേക്കുന്ന ഓളം അത് മാറാൻ പോകുന്നില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും.
ഉണ്ട് നിന്റെ അടുത്ത് പറയാം. അതല്ലാതെ നിന്റെ അടുത്ത് ആജ്ഞാപിക്കുമല്ലോ. നെഗറ്റീവ് പറയുന്ന ആള് പോയിട്ട് പോസിറ്റീവ് പറയുന്ന ആൾക്കാർ പറഞ്ഞ പോലെ ഈ പൂതനെ കേൾക്കത്തില്ല. പിന്നെ എന്തിനാ അവിടെ ഇരുന്ന് വായിട്ട് അലക്കുന്നത്? എന്തായാലും ഈ വീഡിയോ കൊണ്ട് വീണ്ടും വീണ്ടും അമ്മ ചെയറിലോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഈ വിളിച്ചിരുത്തി അപമാനിച്ചു വിടുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പൊ വേറൊരാൾ നിന്നെ നെഗറ്റീവ് പറയുമ്പോ നീ നിന്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ട അവർ ആദ്യം അവര് കഴിച്ചുകൊണ്ടത് നീ വലിയ സപ്പോർട്ട് ആയിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ഉളുപ്പില്ലാതെ തള്ളേ, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ മനസ്സിലായി ഈ അക്ഷയുടെ ചെവിയിൽ പറയുന്നത് നെഗറ്റീവായിട്ട് പബ്ലിക്കിലോട്ട് വന്നിട്ടുണ്ടെന്ന്? തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളിക്കൂടെ? നിങ്ങൾ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, എല്ലാ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നിട്ട് കൊണക്കിയാണ് ഞാനൊന്നും കാണാറില്ല, ഞാൻ ഒന്നും കാണാറില്ല. നിങ്ങളുടെ കണ്ണെന്താ കുരുവോ കാണാതിരിക്കാൻ? ഇതൊക്കെ പിടിച്ചു നോക്കുന്നത് എനിക്കറിയത്തില്ല. ഇത്രയും നെഗറ്റീവ് ഇങ്ങനെ ഈ ഒരു ഷോർട്ട് ഫിലിം ഈ ഒരു ആൽബത്തിനുള്ളിൽ തീരുമല്ലോ. എന്താണ് ആൽബം ഇറങ്ങുമ്പം തീരാനൊന്നും പോകുന്നില്ല. ആൽബം ഇറങ്ങുമ്പോൾ അതിൻ്റെ പുറകെ അമ്മച്ചി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കെട്ടി എഴുന്നള്ളി നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മീഡിയാസിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കും. നിങ്ങളുടെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കല്ലേ കേട്ടോ. ഒന്ന് നന്നാവുന്നല്ലേ, കുറേ കാലമായില്ലേ ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്നാവ് നന്നാവ് നന്നാവ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട, നാട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? ആ പേട്ടെ, ശരി എന്നാൽ.